ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യണം കേട്ടോ. കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നന്നായി ഇളക്കി കൊടുക്കാം കേട്ടോ. രണ്ട് ഏലക്ക കുത്തി കൊടുക്കാം കേട്ടോ. ഏലക്ക കുത്തി പൊടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അടുക്കി പിടിക്കാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ അടുത്ത ഗ്യാസ് കത്തിച്ച് ഞാൻ അതിനകത്തേക്ക് ചേർക്കാനുള്ള സാധനങ്ങൾ മുരിച്ചെടുക്കാം കേട്ടോ. ഇവിടെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇച്ചിരി മുന്തിരിയും തേങ്ങാക്കൊത്തും കഷ്ണിൻ്റെയൊക്കെ ചേർക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് ആവലിൻ്റെ അടുത്തന്നെ അതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമുക്ക് ഇവിടെ മുന്തിരി തേങ്ങ കഷ്ണിൻ്റെയൊക്കെ എടുത്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ പറ്റില്ല ഈ തേങ്ങ മൊരിച്ചെടുക്കാം കേട്ടോ. ഇത് റവ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് തേങ്ങ ഒന്ന് മൊരിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകും. റവ നല്ലപോലെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇളക്കി കൊടുത്തില്ലെങ്കിൽ ഇത് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കണം. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ചേർത്തേക്കുന്നത് 4 പഞ്ചസാര റവയാണ് ചേർത്തേക്കുന്നത്. പിന്നെ ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, 2 ഏലക്ക പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായി തിളച്ച് വരുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ.
അതിനകത്ത് ഞാൻ തീ വളരെ സ്ലോവിലാണ് ഇട്ടേക്കുന്നത്. നല്ലപോലെ മുരിഞ്ഞിട്ട് നല്ല ബ്രൗൺ കളറായി കിട്ടണം കേട്ടോ. തേങ്ങയും കശുവണ്ടി മുന്തിരി ഒരു ബ്രൗൺ കളറായി കിട്ടിയാലാണ് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഇത് തിളച്ച് വരുന്നതിന് മുമ്പ് ഇത് നമ്മൾ ഇതാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. നമ്മൾ തേങ്ങ മാറ്റി വെക്കാണ് കേട്ടോ. ഞാനിവിടെ തേങ്ങ മാറ്റി വെക്കുന്നതിനകത്തേക്ക് കശുവണ്ടിയും കൂടി ചേർത്തിട്ട് വേണം, കശുവണ്ടിയും മുന്തിരിയും കൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ തന്നെ അത് തിളച്ച് റെഡിയായി വരും കേട്ടോ. കട്ട പിടിക്കാതെ നോക്കണം. ഇത് നമ്മൾ കട്ട പിടിക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ അത് കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് ഇനി മുരിയിച്ചിരിക്കാനായിട്ട് നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. തീ വളരെ സ്ലോവിലാണ് ഇട്ടേക്കുന്നത്, ഇല്ലെങ്കിൽ ഒന്ന് നമുക്ക് കത്തിപ്പോവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മുടെ റവ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നല്ലപോലെ തിളച്ച് വരുന്നുണ്ട് റവ. തിളക്കുമ്പോൾ നല്ലപോലെ നമ്മൾ ഇളക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ അത് കട്ട പിടിച്ച് പോകും. കട്ട പിടിക്കാതെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. നമ്മുടെ കശുവണ്ടി ഇവിടെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനിവിടെ അതും കൂടി മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഇളക്കാനായിട്ട് മുന്തിരി മുരിക്കാനായിട്ട് ചേർത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മുന്തിരി ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ നെയ്യ് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ, തൈരിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല ഇതൊക്കെ ചേർക്കണമെങ്കിൽ നമുക്കത് നല്ലൊരു കുറുകി വന്നതിൻ്റെ ശേഷം ലാസ്റ്റാണ് അത് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തേങ്ങാക്കൊത്ത്, കശുവണ്ടി, മുന്തിരിയൊക്കെ ചേർത്ത നെയ്യാണ് ഞാനിതിലേക്ക്, വറുത്തെടുത്ത നെയ്യാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തത്. നല്ല പോലെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, തൈര് നല്ല റെഡി ആയിക്കൊണ്ട് വരുന്നുണ്ട്, കൊഴുപ്പ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ തൈര് ഉണ്ടാക്കാത്തവർ ഒന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധിക്കട്ടെ, ഇതുപോലെ നല്ലപോലെ തൈര് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാക്കറ്റ് പാല് എടുത്തു. ഒരു പാക്കറ്റ് പാല് ഈ കയ്യിൽ ഒരു
കയ്യിൽ റവ ഇച്ചിരി റവയും കൂടി എടുത്തിട്ടുണ്ടായി. അതേപോലെ പഞ്ചസാര ഒരു 2 കയ്യിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടിയിട്ട് ഇളക്കുന്നത് കാണാമല്ലോ അല്ലേ. പിന്നെ അതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ഒരു 2 ഏലക്ക ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ റവ നല്ല പോലെ തിളച്ചു. ഇത് ചിലർക്ക് പറയും തൈക്കഞ്ഞി എന്ന് പറയും, ചിലർക്ക് പറയും റവ കാച്ചിയതെന്നൊക്കെ പറയും. എന്തായാലും ഇത് സാധനം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇത് നല്ല പോലെ തിളച്ച് വരുന്നത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നതാണ്. നോമ്പ് തുറക്കാനാകുമ്പോഴത്തേനും എല്ലാം റെഡിയാക്കി വെക്കണമല്ലോ, അങ്ങനെ ഇതാക്കി വെക്കുന്നതാണ്. അപ്പോൾ നല്ല പോലെ തിളച്ച് നല്ല കുറുകി വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റവ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്തരം ഇത് മതി, നമുക്കിത് കുറുകി കിട്ടിയാൽ മതി കേട്ടോ. നല്ല പോലെ ഇതായിട്ടുണ്ട്. നല്ല പാകത്തിനുള്ള റവ കാച്ചിയെടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാൻ മുരിച്ച് വെച്ച മുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുന്തിരി ചേർത്ത് കൊടുത്തു. കശുവണ്ടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. കശുവണ്ടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തു. ഇത് തേങ്ങാക്കൊത്ത് ചെറുപുരാണ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ കരിക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇത് ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ തരിക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. കണ്ടോ നമ്മളെ തരിക്കഞ്ഞി ഇപ്പോൾ നല്ല സൂപ്പർ തരിക്കഞ്ഞി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടില്ല, നല്ല പോലെ തിളച്ചതായി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി തീ ഓഫ് ചെയ്ത് ഞാൻ ഇതൊന്ന് 9 വെക്കുമ്പോഴത്തേനും നല്ല സെറ്റായിട്ടുണ്ടാവും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് പാത്രം പറ്റില്ല. ഈ പാത്രം വെച്ച് അടിച്ച് കൊടുക്കുക കേട്ടോ.